ക്ലാസ്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, അതുപോലെ ക്രിറ്റിസിസംസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ ഗുണങ്ങളെന്നും അതുപോലെ എന്തൊക്കെയാണ് വിമർശനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയണത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അപ്പം നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെറിറ്റ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കൊണ്ടുള്ള ഗുണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ സുപ്പീരിയോറിറ്റി എന്നൊക്കെയുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one is compared with the cardinal utility approach, the indifference curve requires less restrictive assumptions. Cardinal utility approachുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിന് കുറഞ്ഞ ഒരു അസംഷൻസ് മതി. The consumer only has to be able to rank alternative market basket by order of preferences. കൺസ്യൂമർക്ക് ഒരു കഴിവ് മാത്രം ഉണ്ടായാൽ മതി അല്ലേ, എന്താണ് able to rank alternative market baskets by ഓർഡർ ഓഫ് പ്രിഫറൻസ്. ആ കൺസ്യൂമറുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് മാർക്കറ്റിലുള്ള ഓരോ ബാസ്ക്കറ്റ്സിനും എന്ത് ചെയ്താൽ മതി, റാങ്ക് കൊടുക്കാനുള്ളൊരു കഴിവ് കൺസ്യൂമർക്ക് ഉണ്ടായാൽ മതി. എവിടെ, ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ. ദ അസംഷൻ ഓഫ് കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി ഓഫ് മണി ഹാസ് ബീൻ ഡ്രോപ്ഡ്. യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളൊരു അസംഷൻ ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു അസംഷനെ എന്ത് ചെയ്തു, ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് എവിടെ, ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ. And the second one is the methodology of indifference curves has provided a better framework for the measurement of consumer surplus. ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു ബെറ്റർ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു. ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ സർപ്ലസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. So third one is the most important theoretical contribution of indifference curve approach is the establishment of a better criteria for the classification of goods into substitutes and complements. കമ്മോഡിറ്റീസിന് അല്ലെങ്കിൽ ഗുഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നും കോംപ്ലിമെൻറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ക്രൈറ്റീരിയ തന്നെ ഇൻഡിഫറൻസ് കർവിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then the fourth one is the indifference curve approach presents a more complete picture of the consumer's options and choice than the utility approach does. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറുടെ ഓപ്ഷൻസും അതുപോലെ ചോയ്സും, കൺസ്യൂമർ ഏത് വാങ്ങണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ബെറ്റർ ഐഡിയ തന്നെ നൽകാൻ കഴിയുന്നുണ്ട്, ഒരു ബെറ്റർ പിക്ചർ തന്നെ ഉണ്ട്. The indifference curve approach not only shows the equilibrium point but also clearly indicates all other baskets the consumer could choose and why they are not chosen. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ ഇക്വിലിബ്രിയം പോയിന്റ് കാണിക്കുക എന്ന് മാത്രമല്ല, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അല്ലേ, എന്തൊക്കെയാണ്, ബട്ട് ഓൾസോ ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ഓൾ അതർ ബാസ്ക്കറ്റ്സ് ദ കൺസ്യൂമർ കുഡ് ചൂസ്. കൺസ്യൂമറിന് ചൂസ് ചെയ്യാൻ കഴിയുന്ന ബാസ്ക്കറ്റ്സ് ഏതൊക്കെയാണോ എന്നുള്ളതും കൂടെ ഇതിൽ പറയുന്നുണ്ട്, ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ആൻഡ് വൈ ദേ ആർ നോട്ട് ചോസൺ, ചില ബാസ്ക്കറ്റുകൾ അവർ ചൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ബാസ്ക്കറ്റുകൾ ചൂസ് ചെയ്യുന്നത്, അതുപോലെ എന്തുകൊണ്ട് മറ്റുള്ളത് തിരഞ്ഞെടുക്കുന്നില്ല എന്ന് കൺസ്യൂമർ തീരുമാനിക്കുന്നതൊക്കെ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. Then fifth one is the indifference curve approach is more flexible and has wide range of applications than the utility approach. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് approach is more flexible, ഫ്ലെക്സിബിൾ ആണ് അല്ലേ, ആൻഡ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് യൂട്ടിലിറ്റി അപ്രോച്ച്. യൂട്ടിലിറ്റി അപ്രോച്ചിനേക്കാളും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫ്ലെക്സിബിൾ പറഞ്ഞാൽ മാറ്റം വരുത്താമെന്നുള്ള കേട്ടോ, ചേഞ്ച് വരുന്നത് എന്നുള്ളതൊക്കെയാണ് അർത്ഥം. So next we move on to the criticism of indifference curve analysis. ഇൻഡിഫറൻസ് കർവിൻ്റെ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെറിറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഫേസ് ചെയ്ത ക്രിറ്റിസിസംസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് എക്കണോമിസ്റ്റുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. The indifference curve analysis is undoubtedly a great improvement upon the cardinal utility approach demand analysis. ഡിമാൻഡ് അനാലിസിസിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനേക്കാളും
കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയത് ഏതാണ്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നതാണ് അല്ലേ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ക്രിറ്റിസിസം. എങ്ങനെയായാലും എന്തുണ്ടാവും? എല്ലാ തിയറീസും ക്രിറ്റിസിസത്തിന് വിധേയമായിട്ടുണ്ട്. According to the critics, the indifference curve analysis is not radically different from the old utility analysis. ക്രിട്ടിക്സിൻ്റെ അഭിപ്രായത്തിൽ, വിമർശിക്കുന്നവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസും ഓൾഡ് യൂട്ടിലിറ്റി അനാലിസിസും വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. The basic criticism leveled against the indifference curve analysis are the following. ഏതൊക്കെയാണ് ക്രിറ്റിസിസം പറയുന്നത്? The first one is, the main weakness of the theory is its axiomatic assumptions of the existence and the convexity of the indifference curves. ഇൻഡിഫറൻസ് കർവിൻ്റെ കോൺവെക്സിറ്റി എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണെന്ന് പറഞ്ഞല്ലോ. അത് നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ക്രിറ്റിസിസം വന്നത്. The main weakness of the theory is its axiomatic assumptions of the existence and the convexity of the indifference curves. അതിലുള്ള അസംഷൻസും അതുപോലെ അതിൻ്റെ കോൺവെക്സിറ്റി എന്നുള്ള ആ രൂപത്തിലുമാണ് ആദ്യത്തെ ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. The theory does not establish either the existence or the shape of the indifference curve. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരു കാരണം, ഒരു റീസൺ അതിൽ പറയുന്നില്ല എന്നാണ് ക്രിട്ടിക്സ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Then second one is, indifference theory has retained most of the weaknesses of the cardinalist approach with a strong assumption of rationality and the concept of marginal utility in the definition of marginal rate of substitution. കാർഡിനലിസ്റ്റ് അപ്രോച്ചിൽ വരുന്ന അസംഷൻ തന്നെ ആയിരുന്നു അല്ലേ റാഷണാലിറ്റി, അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഫേസ് ചെയ്തിരുന്ന വീക്ക്നെസ്സസ് എന്തൊക്കെ ദോഷങ്ങളാണ്, എന്തൊക്കെ വീക്ക്നെസ്സസ് ആണ് ഉള്ളത്, അതൊക്കെ ഇൻഡിഫറൻസ് തിയറി ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രിട്ടിക്സ് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് വൺ ഈസ്, the indifference curves techniques fails to analyze the consumer's behavior in situations involving risk or uncertainty. ഇൻഡിഫറൻസ് കർവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അൺസർട്ടനിറ്റി, അസ്ഥിരാവസ്ഥ എന്ന് പറയില്ലേ, അസ്ഥിരം, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ, സർട്ടൻ അല്ലാതെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ റിസ്ക്കൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇൻഡിഫറൻസ് കർവ് ടെക്നിക് ഫെയിൽസ് ടു, പരാജയപ്പെട്ടിട്ടില്ലേ എന്തിനാ? ടു അനലൈസ് ദി കൺസ്യൂമേഴ്സ് ബിഹേവിയർ, കൺസ്യൂമറുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ ഇൻഡിഫറൻസ് കർവിന് കഴിഞ്ഞിട്ടില്ല. ഏത് സിറ്റുവേഷനിലാണ്? ഇൻവോൾവിങ് റിസ്ക് ഓർ അൺസർട്ടനിറ്റി, റിസ്ക് ഉള്ള കേസിൽ, അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൺസ്യൂമർ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് ഇൻഡിഫറൻസ് കർവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. According to Newman and Morgenstern, the ordinary utility approach is not useful to explain consumers' behavior under uncertainty. ന്യൂമാൻ ആൻഡ് മോർജൻസ്റ്റൈൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ അൺസർട്ടനിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പറഞ്ഞല്ലോ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും അഫക്റ്റ് ചെയ്താൽ ആ ഒരു സിറ്റുവേഷനിൽ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് കർവ് ടെക്നിക്സ് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ്, another drawback of the indifference curve techniques is that it can analyze consumer behavior in respect of two goods only. മറ്റൊരു ഡ്രോബാക്ക് പറയുന്നത് എന്താണ്? കൺസ്യൂമറുടെ ബിഹേവിയർ രണ്ട് വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ. ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ എക്സ്, വൈ, ഫസ്റ്റ് ഗുഡ്, സെക്കൻഡ് ഗുഡ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. എനി കോമ്പിനേഷൻ ഓഫ് 3 or more goods ഈസ് ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ടെക്നിക്സ്. ഇപ്പോൾ ഒരു ബണ്ടിൽ തന്നെ 2, 3, 4 കമ്മോഡിറ്റീസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, ദെൻ the sixth one is, the convexity of an indifference curve is derived from the diminishing marginal rate of substitution. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? കോൺവെക്സ് ആയിരുന്നല്ലോ.
അത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ്. ദ MRS diminishes because as a consumer stock of X increases, the marginal utility of X in terms of Y falls and that of Y increases. MRS എന്തുകൊണ്ടാണ് ഡിമിനിഷ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത്? കൺസ്യൂമറുടെ സ്റ്റോക്ക് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യാൻ അല്ലേ? കൺസ്യൂമർ വൈയുടെ കൺസംഷൻ കുറക്കുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് നമ്മൾ പറഞ്ഞു. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഫോൾസ്. അങ്ങനെ ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും, വൈയുടേത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ MRS ഡിമിനിഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആണെന്ന് പറയുന്നത്. പക്ഷേ ആംസ്ട്രോങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഹിഗ്സിന് മാർഷലിയൻ കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. Thus, to Armstrong, Higgs has not been able to derive the concept of diminishing marginal rate of substitution independently of the Marshallian concept of utility. Okay. യൂട്ടിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ആര് പറഞ്ഞിട്ടുള്ളത്? ഹിഗ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിന്? ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. Okay, then seventh one is, it is assumed that the consumer possesses complete knowledge of all his scales of preferences or indifference map. It is questionable whether the consumer is able to order his preferences as precisely and rationally as the theory implies. ഈ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് കൺസ്യൂമർക്ക് ഒരു കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കും എന്നാണ് അല്ലേ, ഒരു അറിവുണ്ടായിരിക്കും. എന്തിനെ പറ്റിയിട്ടാണ്? ഓൾ ഹിസ് സ്കെയിൽസ് ഓഫ് പ്രിഫറൻസസ് ഓർ ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പിനെ കുറിച്ച്, അതായത് ഏത് സാധനങ്ങൾ വാങ്ങും എന്നുള്ളതും അവരുടെ സ്കെയിൽ ഓഫ് പ്രിഫറൻസസിനെ പറ്റി ഒരു നല്ലൊരു അറിവ് തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, അതിനെപ്പറ്റി ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ, അതൊരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ കഴിയുന്നതാണ്. Whether the consumer is able to order his preferences as precisely and rationally as the theory implies. അത്രയും കൃത്യമായിട്ട് കൺസ്യൂമർക്ക് ഒരു സ്കെയിൽ ഓഫ് പ്രിഫറൻസസ് പറയാനോ ഓർഡർ ഓഫ് പ്രിഫറൻസ് പറയാനൊക്കെ കഴിയുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. The next one is, an individual's consumption is often affected by the level of consumption of others. ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺസംഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടി ഉണ്ട്. എന്താണ്? ബാക്കിയുള്ളവരുടെ കൺസംഷൻ അല്ലേ. So, an individual consumption is often affected by the level of consumption of others. This is known as the demonstration effect. No notice of this is taken in the indifference curve analysis. Demonstration effect എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺസംഷനെ മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ കൺസംഷൻ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ പറഞ്ഞിട്ടില്ല. Another defect of indifference curve approach is that it does not analyze the effects of advertising of product behavior of the interdependence of the preferences of the consumers, which lead to the behavior that would be considered as irrational and hence ruled out by the theory. മറ്റൊരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് അഡ്വർടൈസിങ്ങിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് അനലൈസ് ദി ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസിങ് ഓഫ് പ്രൊഡക്റ്റ് ബിഹേവിയർ. പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓഫ് ദി ഇൻ്റർഡിപെൻഡൻസ് ഓഫ് ദി പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമറുടെ പ്രിഫറൻസുകൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് ക്രിട്ടിക്സ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇഫക്ട്സ് ഓഫ് അഡ്വർടൈസിങ്, ഇഫക്ട്സ് ഓഫ് പ്രൊഡക്റ്റ് ബിഹേവിയർ ആൻഡ് ഇഫക്ട്സ് ഓഫ് ദി ഇൻ്റർഡിപെൻഡൻസ് ഓഫ് ദി പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? മെറിറ്റ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, അതുപോലെ ഏതൊക്കെ രീതികളിലാണ് എക്കണോമിസ്റ്റുകൾ ഇൻഡിഫറൻസ് കർവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ.